ഗൈസ് വെൽക്കം ടു ടോസൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസാണ്. നമ്മൾ ഇന്നലെ ലൈവിൽ വന്നിരുന്നു. ലൈവിൽ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ ലൈവിലുള്ള ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസറായിട്ട് ഓരോ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. മെയിനായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇപ്പോൾ ഈ ഒരു 11:30 എനിക്ക് തോന്നിയ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആവുന്നറിയില്ല. ഇന്നിപ്പോൾ ഞാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 7-ാം തീയതി 10 മണി സമയത്താണ്. 11:30 ഫെഡ് റേറ്റ് വരുന്നത്. പബ്ലിക് ഗ്രൂപ്പിൽ അതിൻ്റെ ഡിസിഷൻ ഉണ്ട്. എന്തായാലും മേ ബി അൺകട്ടായിരിക്കും, മീൻസ് നോ ചേഞ്ച് ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യത്തെ ഡിസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി Q1 അടുത്ത ക്വാർട്ടർ എങ്ങനെയാണ് ക്രിപ്റ്റോ മൂവ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻട്രസ്റ്റ് കട്ട് ഇല്ലാത്തത് തന്നെ ഞാൻ പറഞ്ഞ പോലെ ട്രംപിന് അധികം ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ മാസം പോലെയല്ല, ഈ മന്ത് കുറച്ചും കൂടി ശാന്തതയുണ്ട് US സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ത്യൻ സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ ഇന്നൊരു കിടിലൻ സ്ട്രൈക്ക് ബാക്ക് കണ്ടിരുന്നു, ഓപ്പറേഷൻ സിന്ദൂർ. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്റ്റോക്കിനെ ഇനി കുറച്ചൊന്ന് ജാഗ്രത ആവേണ്ടതുണ്ട്. കാരണം ഒരു നാട്ടിലൊരു യുദ്ധം വരിക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ആവേശത്തോടെ നമ്മൾ തിരിച്ചടിച്ചു, യുദ്ധം വേണം, വാർ വേണമെന്ന് നമ്മൾ പറയുന്ന സിറ്റുവേഷൻ പോലെയല്ല. ഒരു നാട്ടിൽ യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് നിമിഷവും നമ്മുടെ മേജർ സിറ്റീസ് അറ്റാക്ക് ചെയ്യപ്പെടാം. നമ്മുടെ ഈ ഫോഴ്സ് എപ്പോഴും ഇതായിരിക്കാം. നമ്മൾ എപ്പോഴും ജാഗ്രത ആവേണ്ടതുണ്ട്. നമ്മുടെ ട്രാവൽ കുറേ റെസ്ട്രിക്റ്റഡ് ആവും. നമ്മുടെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഏത് നിമിഷവും കട്ട് ചെയ്യപ്പെടാം. നമ്മളെ ഏത് സിറ്റുവേഷനും നമ്മളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു മോക്ക് ഡ്രിൽ നമ്മൾ ഇന്ന് കണ്ടതാണ്. അപ്പോൾ ഒരു രാജ്യം യുദ്ധത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അത്ര ആവേശകരമായ കാര്യമല്ല. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ ഒരു കാര്യമല്ല. നമ്മൾ പലരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആവേശമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ അതിലും ഒരു സെൽഫായിട്ട് കോൺഷ്യസ് വേണം. ഇവിടെയും ഒരു ശരിയാണ്, നമ്മളെ ആക്രമിച്ചത് നമ്മൾ എന്തായാലും തിരിച്ചടിക്കണം. അത് അടിച്ചിട്ടുണ്ട്, ഇനിയും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ വീണ്ടും അതിലേക്ക് പോകണം. പക്ഷെ പ്രോപ്പർ യുദ്ധത്തിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്റ്റോക്ക് ട്രേഡേഴ്സ് സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സ്റ്റോക്ക് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹാർഡാണ്. പ്രത്യേകിച്ച് ഗോൾഡ് പ്രൈസ് ഇന്ത്യയിൽ ചിലപ്പോൾ ഇനിയും കൂടാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ്റെ മൂല്യത്തിന് മാറ്റങ്ങൾ വരാം, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻസ് കൂടാം, വിലക്കയറ്റം കൂടാം, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം കൂടുതൽ ഈ പറയുന്ന ഫോഴ്സിലേക്ക് നമ്മുടെ GDP ടോട്ടൽ എമൗണ്ട് ഇൻകം ഇന്ത്യയുടെ കൂടുതൽ ടൂറിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റിനൊക്കെ കൊടുക്കേണ്ട മണി, നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട മണി കുറേ അധികം നമുക്ക് ബോർഡറിലേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ എത്രയോ ഇഷ്യൂസ് ഉണ്ട്. നമ്മളതും കെയർഫുള്ളായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ഈ സിറ്റുവേഷൻസ് അത് ക്രിപ്റ്റോയെ ബാധിക്കുന്നു വെച്ചാൽ എനിക്കൊന്ന് ടോട്ടൽ ഇന്ത്യൻ ഇത് പറയുന്നത് ക്രിപ്റ്റോയെ കൂടുതൽ ബാധിക്കില്ലെങ്കിലും അതിൽ ചൈനയുടെ ഇൻവോൾവ്മെൻറ്റ്, അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റ്, ഇസ്രായേലിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ വന്ന ഒരു വലിയ പ്രശ്നത്തിലേക്ക് മാറിയാൽ മാത്രമേ എൻ്റയർ വേൾഡിനെ അത് ബാധിക്കൂ. ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഫെഡ് റേറ്റ് ആണ്. നാളത്തെ എനിക്ക് തോന്നുന്നു അൺഎംപ്ലോയ്മെൻറ്റ് ഡിസിഷൻ, 2-3 ഡിസിഷൻസ് ഈ മന്തിൻ്റെ ടോട്ടലായിട്ട് വരാനുണ്ട്. പിന്നെ ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ്. BTC സംബന്ധിച്ചിടത്തോളം 97 നമ്മളുള്ളത്. ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഫെഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡിസിഷൻ വരുമ്പോൾ ഒരു വോൾട്ടിലിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ച് 93 ഏരിയ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അവിടെ സപ്പോർട്ട് പഠിക്കുന്ന സമയത്ത് 85 തൊട്ടിട്ട് 93 വരെ നമ്മുടെ മനസ്സിൽ വേണം. അത് ഏതിൽ ഏരിയയിലേക്കും നമുക്ക് എന്ത് ചെയ്യപ്പെടാം, വോൾട്ടിലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ 89 ആവാം, 90 ആവും, ഈവൻ 85 വരെ ആവും. നമ്മളതിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ബൈ.